സച്ചിദാനന്ദൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പത്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ തുടർച്ചയായ ഭരണം വലിയ ദോഷം ഉണ്ടാക്കും, പ്രത്യേകിച്ച് ബംഗാളിൽ ഉൾപ്പെടെ അതിനുള്ള ഒരു ഉദാഹരണം നമുക്ക് മുൻപിലുണ്ട് എന്നാണ്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ സച്ചിദാനന്ദന്റെ ലേഖനം വായിച്ചിട്ടില്ല. സച്ചിദാനന്ദന്റെ ലേഖനം ഇന്ന് പത്രത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. വായിക്കും, ഇന്ന് തന്നെ വായിക്കും. ഇതിലെന്താ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിന്റെ അനുഭവമാണ് കേരളത്തിൽ പരിശോധിക്കേണ്ടത്. പശ്ചിമ ബംഗാളിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ബംഗാൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് അവിടുത്തെ പാർട്ടി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെല്ലാം പാർട്ടിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കേരളത്തിൽ എന്താ 10 വർഷക്കാലത്തെ ഭരണത്തിൽ? അതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ? ഈ കേരളം മാറിയിട്ടുണ്ടോ? ഇതൊരു പുതിയ കേരളം സൃഷ്ടിക്കുകയാണ് ഇവിടെ. അത്തരമൊരു സമീപനത്തിന്റെ ഭാഗമാണ് ഇവിടെ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ഇത്തരമൊരു ടൗൺഷിപ്പ് വളർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ വരെ സ്വീകരിച്ചത്. വൻകിട വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയില്ലേ? സാമൂഹ്യക്ഷേമ നടപടികളിൽ ഈ രാജ്യത്ത് മാതൃകാപരമായ പ്രവർത്തനമല്ലേ കേരളം നടത്തിയിരിക്കുന്നത്? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 600 രൂപയാണ്. 600 രൂപയിൽ UDFന്റെ പങ്കെത്രയാണ്? 100 രൂപയാണ് പങ്ക്. ഇപ്പോൾ ആ പെൻഷൻ 2000 ഉയർത്തി. 62 ലക്ഷം ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്. അത് ചെറിയ സംഭവമാണോ? ചെറിയ കാര്യമാണോ അത്? 31 ലക്ഷം സ്ത്രീകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള നടപടിയെടുത്ത് ഇവിടെ പ്രവൃത്തി അവിടെ കൊടുത്തു തുടങ്ങി. കണക്ട് വർക്ക് എന്നുള്ള അടിസ്ഥാനത്തിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ചെറുപ്പക്കാരെ സഹായിക്കാനുള്ള പദ്ധതി കൊണ്ടുവന്നു. ഇങ്ങനെ ഇവിടെ 2016 ശേഷം കേരളം അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ എത്രയാ? ഓഖി ദുരന്തമുണ്ടായി, നിപ്പ വൈറസ് ബാധ, പ്രളയം, കോവിഡ് മഹാമാരി. ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് ജനങ്ങളെ ചേർത്ത് നിർത്തിയില്ലേ? സമാനതകളില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായില്ലേ? 2016 91 സീറ്റോടുകൂടി അധികാരത്തിൽ വന്ന LDF ഗവൺമെന്റ് 2021 തെരഞ്ഞെടുപ്പിൽ 99 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സേവനത്തിന്റെ ഭാഗമല്ലേ? ഈ കഴിഞ്ഞ 5 വർഷക്കാലം എടുക്കുന്ന സമയത്ത് വൻകിട വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് സഹായകരമാണോ? ജനങ്ങൾക്ക് ഗുണമാണോ? തുടർ ഭരണം കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നടപടികളെല്ലാം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയുന്നത്. ആ അനുഭവമുള്ള ജനത തുടർ ഭരണത്തിന് വേണ്ടി വീണ്ടും നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരു ബഹുജന സമ്പർക്കത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായില്ല. ആ പ്രശ്നം ഞങ്ങൾ സമ്മതിക്കുകയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായി? വീടുകൾ സന്ദർശിച്ച സമയത്ത് ഓരൊറ്റ വീട്ടുകാരും, അത് കോൺഗ്രസോ BJPയോ ലീഗോ മറ്റു പാർട്ടികൾ എന്നുള്ള നിലയിലോ രാഷ്ട്രീയ കക്ഷികളുടെ അഭിപ്രായ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ഭരണത്തെ അംഗീകരിക്കുകയാണ്. ഭരണത്തെ ന്യായീകരിക്കുകയാണ് പറഞ്ഞത്. ഒരു ഭരണവിരുദ്ധ വികാരവും കേരളത്തിൽ നിൽക്കുന്നില്ല. പിന്നെ ചില പ്രാദേശിക പ്രശ്നങ്ങൾ, ഈ മുന്നണി നേതാക്കന്മാരുടെ സമീപനം, അവിടെ നിലപാടുകൾ, അതെല്ലാം ജനങ്ങളുടെ അഭിപ്രായം കേട്ട് ഞങ്ങൾ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുക, ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുക, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭരണ തുടർച്ച ഒരുപോലെ വിലയിരുത്തേണ്ടതല്ല. ഭരണ തുടർച്ച ജനങ്ങളുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേരളം വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ ഇടയിൽ നല്ല തോതിൽ അംഗീകാരം നേടി മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ ഈ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയാണ് 3 മേഖലാ ജാഥകൾ നടത്തുന്നത്. അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ ജാഥകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയാണ്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനാണ്. നല്ല പ്രതികരണമാണ് ഇപ്പോഴുള്ള ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അനുഭവം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ തുടരും.